ഈശ്വര, എനിക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്കറിയാലോ. 29-ാം തീയതി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റാ. എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ. ഇതെന്റെ മാത്രം ആവശ്യമല്ല. എന്നെപ്പോലെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസർ ആയാൽ ആ വില്ലേജ് മുഴുവൻ രക്ഷപ്പെടുന്ന കാര്യമാണ്. പിന്നെ ഒരു പ്രമോഷൻ കിട്ടി തഹസീൽദാർ ആകുമ്പോ നന്നാവുന്നത് ഒരു താലൂക്ക് കംപ്ലീറ്റാ. ലോകം നന്നായി കാണണമെന്നാണല്ലോ നിങ്ങളുടെ മൂന്നുപേരുടെ ആഗ്രഹം. എന്നെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. നിങ്ങൾ 3 കൂട്ടരിൽ ആര് വിചാരിച്ചാലാണ് ഞാൻ രക്ഷപ്പെടുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാ ഇങ്ങനെ കാടടച്ച് പ്രാർത്ഥിക്കുന്നത്. സഹായിക്കണം. മോഹനകൃഷ്ണൻ, വയസ്സ് 30, 29 അര എന്ന് മോഹനകൃഷ്ണൻ പറയും. ജോലി റവന്യൂ വകുപ്പിൽ UD ക്ലർക്കാണ്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ന തസ്തികയെ പറ്റി മോഹനകൃഷ്ണൻ മേനി പറയും. യുവർ ഓണർ, രാജ്യത്ത് കേട്ടുകേഴ്വിയില്ലാത്തതും നമ്മുടെയൊന്നും സ്വപ്നങ്ങളിൽ പോലും വരാത്തതുമായ രീതിയിൽ കെട്ടിച്ചമച്ചൊരു കേസാണിത്. മാന്യനും സത്യസന്ധനും പരോപകാരിയും നീതിന്യായ വ്യവസ്ഥയോട് അങ്ങേയറ്റം ബഹുമാനമുള്ള ആളുമായി എന്റെ കക്ഷിക്ക് ജാമ്യം നൽകാതിരിക്കാനായുള്ള ഒരു കാരണവും ബോധിപ്പിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം നൽകി അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സത്യഭാമ, മോഹനകൃഷ്ണന്റെ ഭാര്യ, വയസ്സ് 26. അര വയസ്സ് കൂട്ടിയോ കുറച്ചോ പറയുന്നതിൽ ഉത്കണ്ഠയില്ല. തൊഴിൽ വക്കീലാണ്. ഈശ്വര, ഇതുപോലെ തന്നെ കോടതിയിലും പറയാൻ പറ്റണേ. രാമഭദ്രൻ കോൺട്രാക്ടർക്ക് ഇന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറുന്നത് എന്റെ ജാതകമാ. എന്താ നോക്കുന്നത്? നീ കേസ് വാദിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഒരു ദിവസം ഞാൻ കോടതി വരും. വെറും വാക്ക് പറയല്ലേ മോനേട്ടാ. കോടതി വരാവുന്ന എത്ര നാളായിട്ട് പറയുക, എന്നിട്ട് ഇതുവരെ നടന്നോ? നാട്ടിലുള്ള ആൾക്കാർ കോടതി കയറാതെ എങ്ങനെ ജീവിക്കുമെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാ നീ എന്നെ നിർബന്ധിച്ച് കോടതി കയറ്റാൻ നോക്കുന്നത്. ഇത് നാട്ടുകാരെ പേടിക്കുന്നവരുള്ള കോടതി കയറ്റം അല്ലല്ലോ. സ്വന്തം ഭാര്യയുടെ തകർപ്പൻ പെർഫോമൻസ് കാണാൻ വേണ്ടിയല്ലേ. ഇനി അങ്ങനെ അല്ലാതെ എന്തെങ്കിലും കോടതി കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ നിൽക്കല്ലേ. ഈ അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്നാണ് കരുതിയത്? നീ ആരാണെന്ന് എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കറിയാം? രാവിലെ വൃത്തികേട് പറയരുത്. കാപ്പി എടുക്കാം. ഓഫീസർ വന്ന് കഴിക്കാൻ നോക്ക്. ലക്ഷ്മി ഇവിടെ? അവളുടെ ഒരു ഇതുവരെ കഴിഞ്ഞില്ലേ? ലക്ഷ്മി, മഹാലക്ഷ്മി, മോഹനകൃഷ്ണന്റെ അനിയത്തി, വയസ്സ് 21. നാട്ടിലെ കോളേജിൽ ചരിത്രത്തിൽ ബിരുദത്തിന് പഠിക്കുന്നു. പഴഞ്ചരിൽ പഴഞ്ചനായ ഏട്ടനെ കൈകാര്യം ചെയ്യാൻ പുരോഗമനക്കാരിയായ ഈ അനിയത്തി പെടുന്ന പാട് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഏട്ടൻ വിളിച്ചോ? ആ, നിനക്കെന്തെങ്കിലും കഴിക്കണ്ടേ? നേരത്തെ ഞാൻ നേരത്തെ കഴിച്ചല്ലോ. ആ മിടുക്കി. ഞാൻ വിചാരിച്ചു കോളേജിൽ പോകുന്ന നേരമായിട്ട് നീ റെഡി ആയില്ലെന്ന്. ഭക്ഷണം കഴിക്കാനും നമുക്കധികം നേരം വേണ്ട. കണ്ണാടിയുടെ മുന്നിലേ ഉള്ളൂ താമസം, അല്ലേടി? ചുമ്മാ തിരി ചേച്ചി, ഞാൻ ആകെ 10 മിനിറ്റ് മേക്കപ്പിന് എടുത്തുള്ളൂ. നേരം കളയാതെ പോവാൻ നോക്ക്. വരട്ടെ ഏട്ടാ. പോയിട്ട് വാ മോളെ. അനിയത്തിക്ക് രാവിലെ 1 മണിക്കൂർ മേക്കപ്പിന്, ചേട്ടന് 2 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക്. ദേ എന്നെ കണ്ടുപിടിക്കുക. ആവശ്യത്തിൽ കൂടുതൽ പ്രാർത്ഥനയില്ല, ആവശ്യമില്ലാത്ത മേക്കപ്പും ഇല്ല. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടിയല്ലേ, കുറച്ച് മേക്കപ്പ് ഒക്കെ ആകാം. അല്ലാതെ ഈ ഏട്ടനെ പോലെ ഒരു പഴഞ്ചനായി പോലെ എന്നാ എന്റെ പ്രാർത്ഥന. കുറച്ച് പഴഞ്ചനായിരിക്കുന്നതിനാ നല്ലത്. എടി, ഈ പ്രായത്തിൽ ഇത്രയും അച്ചടക്കവും മര്യാദയുള്ള വേറെ ഏത് പെൺകുട്ടികളുണ്ട് ഇവിടെ? അവളെ എന്റെ അനിയത്തിയാ. അതിന്റെ ഗുണം അവള് കാണിക്കും.
വേഗം എടുക്കും. കാര്യങ്ങളുടെ പോക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കഥയിലേക്ക്. ഈശ്വര, ഞാൻ ഇറങ്ങുക. നീ വരുന്നുണ്ടോ? ഞാൻ എന്തിനാ ഇപ്പോഴും ഇറങ്ങുന്നേ? എനിക്ക് 10 മണി കഴിഞ്ഞ് പോയാ പോരെ? ഇവിടുന്ന് അവിടം വരെ 10 മിനിറ്റ് വരെ മാക്സിമം. പക്ഷെ എനിക്കത് പോരല്ലോ. അരമണിക്കൂർ എടുക്കും ഞാൻ ഓഫീസിലെത്താൻ. അതുകൊണ്ട് ഞാൻ പോവാ. ഒരു ബൈക്ക് വാങ്ങിയാൽ ഈ പങ്കപ്പാടൊന്നുമില്ല. ഇവിടുന്ന് വില്ലേജ് ഓഫീസിലെത്താൻ 3 മിനിറ്റ് മതി. എന്താ നോക്കുന്നേ? സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മോഹനേട്ടനായിരിക്കും. അതിൽ എനിക്ക് ഒരു കുറച്ചിലുമില്ല. കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല ഞാൻ ബൈക്ക് വാങ്ങാൻ. രാവിലെയും വൈകിട്ടുമുള്ള ഈ നടത്തമാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ബൈക്ക് വാങ്ങിയ പോയില്ലേ? അത് വെറുതെ പറയാനൊരു ന്യായം. സത്യത്തിൽ മോഹനേട്ടന് മുടിഞ്ഞു പിശുക്കാന്ന നാട്ടുകാർ മുഴുവൻ പറയണേ. അതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാ. ഞാൻ ഈ നാട്ടിലെ സകലർക്കും വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാ. 10 പൈസ കൈക്കൂലി വാങ്ങാതെ അന്തസ്സായി ജീവിക്കുന്ന ഒരു മാന്യൻ. അസൂയക്കാരുണ്ടാവാതെ വരൂ. ഇന്നലെ ഹരിചന്ദ്രൻ സാറ് പറയുവാ, മോഹനേന്ദ്രന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ കോടീശ്വരനായേനെന്ന്. ഭർത്താവ് ഒരു വില്ലേജ് ഓഫീസറായിട്ട് 3-4 കൊല്ലം ജോലി ചെയ്തിട്ടും ഇപ്പോഴും സ്വന്തമായിട്ടൊരു വീടില്ലാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. നിയമം അറിയാവുന്ന ഒരാൾ ആ നിയമം ലംഘിച്ച് കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുക കൊള്ളാം. അല്ലെങ്കിലും വക്കീലന്മാരിങ്ങനെയാ, മര്യാദക്ക് ജീവിക്കുന്നവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പോഴാണല്ലോ അവർക്ക് കേസുണ്ടാവുന്നത്. അങ്ങനെ വക്കീലന്മാരെ അടച്ചു പറയല്ലേ, ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല. പിന്നെ മാന്യന്മാര്. എടീ, നിങ്ങളുടെ വർഗത്തിന്റെ തൊഴിൽ തന്നെ നുണ പറയുക എന്നുള്ളതല്ലേ? തെറ്റ് ചെയ്യുന്നവന്റെ ഭാഗം പറഞ്ഞ് ന്യായീകരിച്ച് അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക. എന്റെ അമ്മോ, ഇതൊക്കെ ചെയ്യണമെങ്കിലേ അന്യായമായ തോലിക്കെട്ടി വേണം. വെറുതെ വേണ്ടോ. എന്തായാലും നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാട്ടിലും ഭേദമാണ് ഞങ്ങള്. പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിലെ കള്ളന്മാരെക്കാൾ. നിങ്ങള് എന്താണ് വില്ലേജ് ഓഫീസിൽ കുഴപ്പം? നിനക്കറിയോ ഒരു ദിവസം എത്ര മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് തീർക്കുന്നതെന്ന്? പിന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ചോദിച്ചു വരുന്നവരെ 1 മാസം തെക്കും വടക്കും നടത്തിച്ചിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കാശ് കണക്ക് പറഞ്ഞ് കൈക്കൂലിയായിട്ട് വാങ്ങിച്ചിട്ട് അവനെ കഷ്ടപ്പെടുത്തി ഒടുവിൽ അവന്റെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോ ഒരു തുണ്ടുകടലാസിൽ ഒപ്പിട്ട് കൊടുക്കുന്നതല്ലേ പ്രശ്ന പരിഹാരം? സത്യത്തിൽ ഈ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞ പരിപാടി നിർത്തേണ്ടതാ. കേട്ടതൊന്നും നിന്റെ കുടുംബത്തിലെ കാശ് എടുത്തുകൊണ്ടാണ് വില്ലേജ് ഓഫീസ് ഉണ്ടാക്കിയത്. ഞങ്ങളെ കുറ്റം പറയാതെ സ്വയം നന്നാവാൻ നോക്ക്. സത്യത്തിൽ ആദ്യം ഇല്ലാതാക്കേണ്ടത് കോടതിയാ. എടി, കള്ളന്മാരുണ്ടെങ്കിലേ കോടതിയുടെ ആവശ്യമുള്ളൂ. നീ നോക്കിയോ, ഒരു ദിവസം മനുഷ്യരെല്ലാരും നല്ലവരാവും. പിന്നെ കോടതിയും വക്കീലിൽ നിന്ന് അന്വേഷിച്ച് ആരും വരില്ല. അതോടെ നീയൊക്കെ വീട്ടിലിരിക്കും. പിന്നെ നിന്റെ ഈ കോട്ടൊക്കെ ഇത് കോംപ്ലക്സ് ആണ്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതെ. എന്തിന്? എടി, നിന്നെ പോലൊരു പീറ വക്കീലിനോട് എന്നെ പോലൊരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് എന്ത് കോംപ്ലക്സ്? എടി എടി ഇങ്ങോട്ട്, കോടതിയേക്കാൾ വലുതാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെ? ഏത് ഉദ്യോഗസ്ഥനായാലും, എന്തിന് സാക്ഷാൽ റവന്യൂ മന്ത്രിയാണെങ്കിലും ഒരു 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, മുന്നിൽ നിന്ന് കുമ്പിടും. വേറെന്ത് ഞാൻ സഹിക്കും, പക്ഷേ റവന്യൂ മന്ത്രി പറയരുത്. റവന്യൂ മന്ത്രി ആരാ? നിങ്ങളുടെ അപ്പൂപ്പൻ. മോഹനേട്ടാ, ഏത് മന്ത്രിയുടെയും ഏത് തീരുമാനവും റദ്ദാക്കാൻ ഒരു ജഡ്ജിക്ക് 10 മിനിറ്റ് മതി. പ്രധാനമന്ത്രിയുടെ തീരുമാനം വരെ റദ്ദാക്കുന്നു, പിന്നെയാണ് ഒരു റവന്യൂ മന്ത്രി. അതൊക്കെ മാറ്റണം. എടി, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ നടപടികൾ റദ്ദാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊക്കെ ഒരു ദിവസം നിൽക്കും. അതെങ്ങനെ? ബ്രിട്ടീഷുകാര് പോയിട്ടും അവരുണ്ടാക്കിയ ജുഡീഷ്യറിക്ക് ഒരു മാറ്റമില്ല. എടി നോക്ക്, അല്ലെങ്കിൽ തന്നെ ഇത്രയും ചൂടുള്ള നമ്മുടെ കേരളത്തില്, പ്രത്യേകിച്ചും സൂര്യൻ കത്തി നിൽക്കുന്ന ഈ കന്നിമാസത്തില് ആരെങ്കിലും ഈ കറുത്ത കോട്ടിട്ട് ജോലി ചെയ്യോ? അപ്പോഴേ അറിയാലോ നിങ്ങളുടെയൊക്കെ ബോധം. മോഹനേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും കോടതി തന്നെയാ വലുത്. അതെ, വില്ലേജ് ഓഫീസേ വെറും തൃണം. നീ പറഞ്ഞോ? നാട്ടിലെ മനുഷ്യർക്ക് കോടതിയേക്കാൾ വലുത് വില്ലേജ് ഓഫീസാണ്. കോടതിയാണ്. വില്ലേജ് ഓഫീസാണ്. കോടതിയാണ്. വില്ലേജ് ഓഫീസാണ്. മോഹനേട്ടാ, കോടതിയാണ്. വില്ലേജ് ഓഫീസാണ്. വില്ലേജ് ഓഫീസ്.
അപ്പോ മോഹനേഷ സാറി ഇന്നും വക്കീലിനോട് വഴക്കിട്ടിട്ട് തന്നെയാണോ പോകുന്നത്? ഇതെന്താ ശിശുപാലേട്ട ഇങ്ങനെ? അത് പിന്നെ ഭാര്യയും ഭർത്താവും അല്ലേ, ചില്ലറ സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാവും അല്ലേ സാറേ? ബാക്കിയൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷെ വില്ലേജ് ഓഫീസിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ സഹിക്കൂ? നമ്മുടെ ചോറല്ലേ ശിശുപാല ഇത്? ഞാൻ പക്ഷെ വക്കീലിനെ കുറ്റം പറയില്ല. ഒരു ബൈക്കൊക്കെ ഇക്കാലത്ത് അത്യാവശ്യമല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് സ്വന്തമായിട്ടൊരു ബൈക്കില്ല എന്ന് പറഞ്ഞാ. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു? AKGക്ക് വണ്ടി ഉണ്ടായിരുന്നു? ഇതൊക്കെ ഒരു ആശയത്തിന്റെ പ്രശ്നമാണ്. ജീവിതത്തിൽ അനാവശ്യ ആഡംബരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഒരു ബൈക്ക് എങ്ങനെ സാറേ ആഡംബരാവണത്? അതൊരു അത്യാവശ്യമല്ലേ? നോക്കൂ സ്വയംപ്രഭേ, ഒരു ബൈക്ക് ഓടുമ്പോൾ പെട്രോൾ കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് സ്വയംപ്രഭയ്ക്ക് അറിയാമോ? അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു. ശരിയല്ലേ ശിശുപാല? സാറല്ലേ പറയുന്നത്? ശരിയായിരിക്കും. ഇയാൾക്ക് ഭ്രാന്ത. ഇയാളെ സഹിക്കുന്ന ആ വക്കീലിനെ പൂട്ട് പൂജിക്കണം. ശിശുപാല, സ്വയംപ്രഭയുടെ ചെവിയിൽ ശിശുപാലം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഗണപതി സ്വാമി. എടേ സത്യഭാമേ, കേശവപുരത്തിന്റെ വക്കാലത്തെടുക്കുമ്പം ഇയാൾ എന്തിനാണ് പറഞ്ഞത്? അത് പ്രശ്നമാണ്, ആ കേസ് ഒരിക്കലും ജയിക്കൂല, കേശവക്കുറിപ്പിന്റെ ഭാഗത്ത് ന്യായമില്ല, അങ്ങനെയല്ലേ? പക്ഷേ ഞാൻ ജയിച്ചു, ആ കേസ് ഞാൻ ജയിച്ചു. നോട്ട് ദ പോയിന്റ്. അല്ല സർ, സ്വന്തം അച്ഛനെതിരെ കേസ് കൊടുത്ത കക്ഷിയുടെ കാര്യമാണ് സാർ പറയുന്നേ. എന്തിനാണ് സംശയം? അതേ കേശവക്കുറിപ്പ് തന്നെ. അല്ല സർ, ആ കേസ് എങ്ങനെ ജയിക്കും? കേശവക്കുറുപ്പിന്റെ അച്ഛൻ അയാളുടെ പേരിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും സ്വന്തം മോളുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ? അതും പറ്റില്ല എന്നാണല്ലോ കേശവക്കുറുപ്പ് പറഞ്ഞത്. അത് തന്നല്ലോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്ത് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ കേശവക്കുറുപ്പിന്റെ അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റും പറയലടേ. ഇതല്ലേ സാർ ഞാനും പറഞ്ഞത്, പിന്നെങ്ങനെ കേസ് ജയിക്കും? കേശവക്കുറുപ്പിന്റെ അച്ഛൻ ഗോപിനാഥക്കുറുപ്പിന് വട്ടാണെങ്കിലോ വട്ടുള്ളവർ എഴുതി കൊടുക്കുന്ന പ്രമാണങ്ങൾ ചലഞ്ച് ചെയ്യാവുന്നതാണ്. സ്ഥിരബുദ്ധിയില്ലാത്ത അച്ഛനെ സ്വാധീനിച്ച് മകള് സ്വത്തെഴുതി വാങ്ങിച്ചു എന്ന് വരുത്തി തീർത്ത്. പക്ഷെ ഗോപിനാഥക്കുറുപ്പിന് വട്ടില്ലല്ലോ. എടേ ഉണ്ടല്ലോ, ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചല്ലേ. എടേ സത്യഭാമേ, കേസ് ജയിക്കാൻ ഈ അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ എന്തും ചെയ്യും. ഗോപിനാഥക്കുറുപ്പിന് വട്ടാണെന്നുള്ളതിന് ഞാൻ തെളിവുണ്ടാക്കി. അതിന് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് വിശ്വംഭരന് കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു, അത്രമാത്രം. ഇത് അന്യായമല്ലേ സാർ? എടേ സത്യഭാമേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രീക്ക് ഒരു അഡ്വൈസ് തരാം. കള്ളന്മാരാണ് നമ്മുടെ ദൈവം. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തിനായിരുന്നു? ഒരാളൊരു കേസുമായിട്ട് വരുമ്പോൾ നോക്കേണ്ടത് അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്നല്ല, അയാളുടെ പോക്കറ്റിൽ ചിക്കിരി ഉണ്ടോ എന്നാണ്. നോട്ട് ദ പോയിന്റ്. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? പിന്നെ കേശവക്കുറുപ്പിന്റെ അച്ഛൻ ഗോപിനാഥക്കുറുപ്പ്. നിങ്ങൾക്ക് വട്ടാണെന്നാണല്ലോ ഞാൻ കോടതി വാദിച്ച്. ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ കേസ് എന്നെ ഏൽപ്പിച്ചത് നിങ്ങളുടെ മകനാണ്. ഈ കേസ് ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ ജയിക്കുക എന്നുള്ളത് എന്റെ ഒരു വാശിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വട്ടാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത്. കോടതി അത് വിശ്വസിച്ചു. വിശ്വസിക്കും. ഈ കോടതിയല്ല, സുപ്രീം കോടതിയിലായാലും ഈ ഹരിചന്ദ്രൻ വക്കീൽ പറഞ്ഞാൽ വിശ്വസിക്കും. എന്തിനുടെ സത്യഭാമ ഇത്? എനിക്കെന്തായാലും വട്ടാണെന്ന് കോടതി വിശ്വസിച്ചല്ലോ. ഒരു തല്ല് കേസിൽ വട്ടുള്ളവനെ ശിക്ഷിക്കാൻ വകുപ്പില്ല. വക്കീലിന്റെ നിയമം അറിയാലോ? അറിയാം. അല്ല, ഈ കേസിൽ ഇനി എന്നെ ശിക്ഷിക്കണമെങ്കിൽ എനിക്ക് വട്ടില്ല എന്ന് വക്കീല് എന്നെ തെളിയിക്കേണ്ടി വരും. വരട്ടെ? സാറേ, ഈ ഗോപിനാഥക്കുറുപ്പ് നിയമമൊക്കെ അറിയാവുന്ന ആളാണല്ലേ? നിയമം മാത്രമല്ലടേ, കരാട്ടയും നന്നായിട്ട് അറിയാം. നല്ല ഫസ്റ്റ് ക്ലാസ് അടി. അടി കിട്ടിയാൽ എന്തിന്? കാശ് നമ്മുടെ പോക്കറ്റിലായില്ലേ? നോട്ട് ദ പോയിന്റ്. കാരണം അടിച്ച് അടി കിട്ടിയിട്ടും ഹരിചന്ദ്ര സാറിന് ഒരു നാണവും ഇല്ല. കാശ് കിട്ടിയാ പോരെന്നാണ് ചോദ്യം. ഇങ്ങനെയുണ്ട് നാണമില്ലാത്ത മനുഷ്യന്മാര്.
രാവിലെ മോഹനേട്ടനോട് വഴക്കുണ്ടാക്കിയല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് സങ്കടം വന്നു. ഇതുപോലത്തെ വക്കീലന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ തർക്കിച്ചത്. മോഹനേട്ടനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള വില്ലേജ് ഓഫീസ് തന്നെയാ ഭേദം. ഞാൻ എന്റെ തർക്കം പിൻവലിച്ചു. മോഹനേട്ടൻ പറഞ്ഞതാ ശരി. വില്ലേജ് ഓഫീസ് എങ്ങനെ ഭേദാവും? ഇന്നൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നൊരു മനുഷ്യനെ പന്ത് തട്ടുന്നത് പോലെ തട്ടുന്നത് ഞാനും കണ്ടു. ഒരു മോഹനേഷൻ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോ കോടതിയാ ഭേദം. രാവിലെ ഞാനും വെറുതെ തർക്കിച്ചതാ. നീ പറഞ്ഞതാ ശരി. അപ്പോഴെന്താ വഴക്ക് തീർന്നു? ഇത്രയും നിസാര കാര്യത്തിനല്ലേ മോഹനേട്ടൻ വഴക്കുണ്ടാക്കിയേ? പക്ഷെ തുടങ്ങിയത് ഞാനല്ലോ, നീയല്ലേ? തുടങ്ങിയത് മോഹനേട്ടൻ തന്നെയോ? അല്ല, ഭാമയാ തുടങ്ങി. അല്ല, മോഹനേട്ടൻ തന്നെയാ വഴക്കുണ്ടാക്കിയത്. ഭാമയാ തുടങ്ങിയത്. ഇല്ല, 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 മോഹനേട്ടനാണ്.